നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സമഗ്രം, ഗംഭീരം, ആധികാരികം. കിടിലൻ വിജയത്തോടുകൂടി സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡിൻ്റെ തേരോട്ടം. അവരുടെ സൂപ്പർ താരങ്ങൾ 3 പേരും മനോഹരമായിട്ട് കോൺട്രിബ്യൂഷൻസ് നടത്തി. കിലിയൻ എംബാപ്പയ്ക്ക് ഹാട്രിക്ക്, വിനി ജൂനിയർ ഗോളും അസിസ്റ്റും, ഇരട്ട അസിസ്റ്റുകളുമായിട്ട് ജൂഡ് ബെല്ലിംഗാം. എല്ലാ അർത്ഥത്തിലും ഹോസെ മൊറീഞ്ഞോയുടെ റയൽ മാഡ്രിഡിലേക്കുള്ള സാന്റിയാഗോ ബെർണാബുവിലേക്കുള്ള മടങ്ങിവരവ് പൊളിച്ചടുക്കിയ ഒന്നായിട്ട് മാറി. 1-4 ഗോളുകൾക്കാണ് റയൽ സോസിഡാഡിനെ അവർ പരാജയപ്പെടുത്തിയത്. കളി വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ആദ്യ പകുതി റയൽ മാഡ്രിഡ് തന്നെയാണ് ആധിപത്യം പുലർത്തിയതെങ്കിലും കളി പൂർണ്ണമായിട്ടും അവർ കൺട്രോൾ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. സ്പേസുകൾ ഉണ്ടായിരുന്നു, അത് റയൽ സോസിഡാഡ് ഉപയോഗപ്പെടുത്തി. 1-1 സമനിലയായിരുന്നു ആദ്യ പകുതി അവസാനിക്കും. പക്ഷെ രണ്ടാം പകുതിയിൽ കളി മാറി, കഥ മാറി. റയൽ മാഡ്രിഡിൻ്റെ സമഗ്രാധിപത്യം അതാണ് നമ്മൾ കണ്ടത്. എംബാപ്പെ വളരെ മനോഹരമായിട്ട് ഡേഞ്ചർ ഏരിയകളിലേക്ക് ബോളും കൊണ്ടുപോയി ത്രിട്ടുണ്ടാക്കുന്നു. വിനി ജൂനിയർ അതിമനോഹരമായ രൂപത്തിൽ അസിസ്റ്റ് കൊടുക്കുന്ന കാഴ്ച, ഗോളടിക്കുന്ന കാഴ്ച. ബെല്ലിംഗാമിന് എന്തുകൊണ്ട് അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് പുഷ് ചെയ്ത് മൊറീഞ്ഞോ മുന്നിൽ കയറ്റി നിർത്തിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന നിമിഷങ്ങൾ. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. 4-1 വിജയം സ്വന്തമാക്കി. എംബാപ്പയുടെ ഹാട്രിക്കും വിനിയുടെ ഒരു ഗോളും. മറുഭാഗത്ത് സൂസിച്ചാണ് റയൽ സോസിഡാഡിനായിട്ട് ഗോൾ കണ്ടെത്തിയിരുന്നത്. മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ആർദാ ഗുളറും ഒക്കെ ഒരുമിച്ച് കളിച്ചപ്പോൾ മറുഭാഗത്ത് ഓയർസബാൽ റയൽ സോസിഡാഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ ആദ്യ പകുതി നമ്മൾ പറഞ്ഞല്ലോ, ഇരു ഭാഗത്തേക്ക് നീക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ റയലിന് തന്നെയായിരുന്നു ആധിപത്യം. എന്നാൽ പൂർണ്ണമായിട്ട് കളി കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടില്ല. എംബാപ്പയുടെ മികച്ച ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കളിയുടെ 40ാമത്തെ മിനിറ്റിലാണ് കിലിയൻ എംബാപ്പയിലൂടെ റയൽ മാഡ്രിഡ് ആദ്യ ഗോൾ അടിക്കുന്നത്. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 44ാമത്തെ മിനിറ്റിൽ തന്നെ സൂസിച്ചിലൂടെ ആ ഗോൾ മടക്കുന്ന റയൽ സോസിഡാഡിനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇടവേള സമയത്ത് മത്സരം 1-1 സമനില. കളി ഒന്നുകൂടി കൺട്രോൾ ചെയ്യണത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ കോച്ച് മാറ്റങ്ങൾ വരുത്തുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കരേറസിന് പകരം കുക്കറയ വരുന്നു. കളിയുടെ 60ാമത്തെ മിനിറ്റിൽ ബെല്ലിംഗാമിൻ്റെ അസിസ്റ്റിൽ എംബാപ്പയുടെ ഗോൾ. അത് ഒരു മികച്ച നീക്കം, അവർ തമ്മിലുള്ള മികച്ചൊരു കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് പിറന്നൊരു ഗോളാണ്. റയലിൻ്റെ അറ്റാക്കിംഗ് ത്രെട്ടുകളുടെ മനോഹരമായൊരു കാഴ്ച. 60ാമത്തെ മിനിറ്റിൽ 2-1 റയൽ മുന്നിൽ. പിന്നീട് നമ്മൾ കാണുന്നത് ബെല്ലിംഗാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നിമിഷമാണ്. ബെല്ലിംഗാം കൊടുത്ത പന്തിൽ നിന്ന് വിനി ജൂനിയർ ഫിനിഷ് ചെയ്യുന്നു. 68ാമത്തെ മിനിറ്റിൽ 3-1. എന്നാൽ എംബാപ്പയുടെ ഗോളടി തുടരുകയായിരുന്നു. വിനി ജൂനിയറുടെ വിനി കൊടുത്തിട്ടുള്ള ആ ഒരു ബോള്, അത് ശരിക്കും പറഞ്ഞാൽ എതിരാളികളെ ഡിഫൻഡർ അദ്ദേഹം മറികടന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ബോൾ ഉരുട്ടി കൊടുക്കുന്നു. എംബാപ്പെ അത് കിടലിനായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഹാട്രിക്ക്. 80ാമത്തെ മിനിറ്റിൽ മത്സരം 4-1. ഒടുവിൽ വിനിയെ കോച്ച് പിൻവലിക്കുന്നുണ്ട്. അത് ആരാധകരുടെ കയ്യടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. മൊറീഞ്ഞോ തന്നെ പറയുന്നുണ്ട് വിനിയോട് ആരാധകരുടെ കയ്യടി. അദ്ദേഹം കളിക്ക് ശേഷം അത് പറയുകയും ചെയ്തു. വിനിക്ക് ആ ഒരു സ്നേഹം, ആരാധകരുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനും അതുപോലെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പിൻവലിച്ചത് എന്ന്. ഏതായാലും മത്സരം 4-1 വിജയിച്ചു. ഗംഭീരമായിട്ടുള്ള തുടക്കം ബെർണാബുവിൽ ഇട്ടിരിക്കുകയാണ് ഹോസെ മൊറീഞ്ഞോയും സംഘവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.